അപ്പോൾ നമ്മന്ന് 10 ഇല തോരലും വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. 10 ഇല വേണം. അപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. 1 2 3 4 എന്ന് വെച്ചാൽ തവരച്ചപ്പില, കുമ്പളത്തിൻ്റെ ഇല, പിന്നെ കോവേൻ്റെ, പിന്നെ നമ്മളെ കൊടുത്തേൻ്റെ ചൊറിയും അതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്ന് കുത്തലുണ്ട്. അതെല്ലാം നമുക്ക് നല്ല തൂക്കിലെടുക്കാം. അതെ. അപ്പോൾ 4 എണ്ണമായി. ബാക്കിയിലെ നമുക്ക് പരിക്കണം. അപ്പോൾ 10 ഇല തോരനാണ് കേട്ടോ നമ്മ ഇന്ന് ഉണ്ടാക്കുന്നത്. അതെ. അപ്പോൾ ബാക്കിയിലെ നമുക്ക് പരിക്കാൻ പോവാം. 4 എണ്ണമായിട്ട് ഇനി 6 എണ്ണം കൂടി വേണം. ഇനി എന്നാമ്മേ മത്തൻ്റെ ചപ്പുണ്ട്. മത്തൻ്റെ ചപ്പ് വരിക്കാം. അതിൻ്റെ അടുത്ത് തന്നെ ചേനച്ചപ്പുണ്ട്. എല്ലാം അടുത്തടുത്ത് തന്നെ ഉണ്ട് അല്ലേ? അതിൻ്റെ അടുത്ത് തന്നെ ഇതാ നമ്മളെ സാമ്പാർ ചീരി ഉണ്ട്. എന്തോ പറഞ്ഞു മൈസൂർ ചീര, ബോംബെ ചീര എന്നൊക്കെ പറഞ്ഞു. മൈസൂർ ചീര, പിന്നെ ബോംബെ ചീര, എന്തോ മൈസൂർ ചീര, ഇംഗ്ലീഷ് ചീര. നമ്മളിവിടെ സാമ്പാർ ചീര എന്ന് പറയും അതിന്. അപ്പോൾ എന്തായാലും ഓരോ സ്ഥലത്ത് ഓരോന്ന് പറയും. അപ്പം മത്തൻ്റെ ഇല മുമ്പേ നമ്മൾ നട്ടയിൽ കുറച്ച് തെഴുത്തിട്ടുണ്ടേ. അപ്പം മത്തൻ്റെ ഇല നമുക്ക് പറിക്കാം. എല്ലാം കുറച്ചേ വേണ്ടു അല്ലേ? 10 എണ്ണാകുമ്പത്തേനും ഒരു പിടി ഉണ്ടാവും. എല്ലാം കൂടെ ആവുമ്പോക്ക് മൊത്തം വണ്ടി പോകുന്ന ഒച്ചയാണ്. അപ്പോൾ മത്തൻ്റെ ഇല ആയിട്ടുണ്ട്. ചേന ഇടുന്ന മുറിക്കുന്നമ്മ? ചേന ഇടി അതെല്ലാം ഉണ്ട്. തന്നെ മുളച്ചതാ? ചേനയുമായി 6 എണ്ണമായി. ഇനി 4 എണ്ണം കൂടി മതി. നാളെ ലോകൂട്ടനും എത്തിയിട്ടുണ്ട്. തടുപ്പ പിടിക്കാൻ ഒരാളായി അല്ലേ? ലോകൂട്ടനും ഞാനും പോയിട്ടാന്ന് കേട്ടാ. മറ്റേ എന്നിപ്പാ കൊടുകുത്തിയല്ല ലോകുവാന്ന് പറിച്ചിനി. കൈക്ക് കൊട്ടിയിട്ടിട്ട് ഞാൻ പറിക്കാന്ന് പറഞ്ഞിട്ടാമ്മ. നമ്മളപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ കൂടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏതാ സാമ്പാർ ചീരയും കൂടി പറിക്കുന്നുണ്ടേ. ഇപ്പോൾ സാമ്പാർ ചീരയുമായി 7 എണ്ണമായി. ഇനി 3 എണ്ണം. ഇനി അടുത്തതെന്ന് പറിക്കുന്നമ്മ. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പേര് നമുക്ക് ഇതുവരെ പിടി കിട്ടിയിട്ടാ. ഇതിൻ്റെ ഇലേൻ്റെ അടിക്കാൻ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഇതാ ഈ ഒരു ഇലേൻ്റെ പേര് എന്നാന്ന് പറയാ. നല്ല ടേസ്റ്റാണ് കേട്ടോ. വറുത്ത് കഴിഞ്ഞാൽ ചീരയെല്ലാം അപ്പോൾ നമ്മ ഇവിടെ അധികം വറുക്കലുണ്ട്. നല്ല ചീര വറുത്തതിനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ആ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി വെക്കുന്നുണ്ടേ. 8 എണ്ണമായി അല്ലേ? ഈ 2 എണ്ണം കൂടി. പച്ചച്ചീര ഉണ്ട്. അല്ല മഴയായിട്ട് എന്തോ പോലെ ആയിട്ടല്ലോ. കുപ്പച്ചീര പോലെ ഉണ്ടല്ലോ മെയിനല്ല ഇപ്പൊ കാണുമ്പോ. പച്ചച്ചീരയാണ് സംഭവം. ഇപ്പം മഴ പെയ്തിട്ട് ഇപ്പൊ എന്തോ കുപ്പച്ചീരന്റെ മോണ്ടിലായിട്ടുണ്ട്. അപ്പൊ പേരിന് നമുക്കൊരു ചീരയും കിട്ടിയിട്ടുണ്ട്. ചുവന്ന ചീരയെല്ലാം പോയല്ലേ? ചാക്കിലുണ്ടായേ ഉണ്ട്. എല്ലാം ഇങ്ങനെ മഴയായിട്ട് ഇതെല്ലാം പോയി. ഇതാ വിത്തായി എല്ലാം. അപ്പോൾ ഇതാ പച്ചച്ചീരയും കൂടി ആയാൽ 9 ഇലയായി കേട്ടാ. ഇനി 1 ഇലയും കൂടിയേ വേണ്ടു. അത് നമുക്ക് പയറിൻ്റെ ഇല എടുക്കാം. മൊട്ടാമ്പളീൻ്റെ ഇലയെല്ലാം ആക്കലുണ്ടല്ലോ മേ? അതെല്ലാം ഇട്ടാൽ മുട്ടാമ്പളിൻ്റെ ഉണ്ടാടാ. അതെല്ലാം ഇട്ടാൽ പിന്നെ 10-11 ആവും. അതുകൊണ്ട് നമ്മൾ 10 ഇലയിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. 10 ഇല തോരനല്ലേ? പയറും കൂടി എടുത്താൽ നമുക്ക് 10 ഇലയായി കേട്ടാ. അപ്പം ചീരയും കൂടി എടുത്തിട്ടുണ്ട്. നല്ലതെല്ലാം നോക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പം ചീരയും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പം 2-3 ചുവന്ന ചീരേൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇല വച്ചയാന്ന് പക്ഷേ എങ്കിലല്ലേ? തണ്ട് ചുവപ്പുണ്ട്. അപ്പം ഇതും കൂടെ നമുക്കിനി അവിടെ താഴെ പയറിട്ടിട്ടുണ്ട്. അപ്പോൾ 2-3 പയറും കൂടെ ഇലയും കൂടെ അതിന് പറിക്കാം. പടക്കാന്ന് കളിക്കാൻ അത്രേ. എന്നാലും നമുക്ക് ഇല തയ്ക്കണ്ടേ. അപ്പം ഞാനത് പറിച്ചിട്ട് തരാം. 9 ഇലയായി അല്ലേ? പാട്ടച്ചീര വേണം. പാട്ടാച്ചീരി ഉണ്ട് കേട്ടോ നമുക്ക്. അത് നമ്മ കഴിഞ്ഞ പ്രാവശ്യം അമ്മേൻ്റെ ഒരു ബംഗാളി ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് അവർ നാട്ടിലാണ് പണിയെടുക്കുന്നത്. ഇപ്പം ബംഗാളിലേക്ക് തന്നെ തിരിച്ചു പോയാലോ അമ്മ. അപ്പം അവരുടെ അടുത്ത് പോയാലും നമുക്ക് വിത്ത് തന്നിട്ടുണ്ടായി. നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അത് അതിൻ്റെ മരട്ടിലുണ്ട് കേട്ടോ പാട്ടാച്ചീര. അത് വേണ്ട, നമുക്ക് പയർ എടുക്കാം. അതിപ്പോൾ അങ്ങോട്ട് പോകണ്ടേ? അവിടെ മൊത്തം പുല്ലാണ്.
അപ്പോൾ ഇതാ പയറിൻ്റെ ഇലയും കൂടിയും കിട്ടിയിട്ടുണ്ട് അല്ലേ അമ്മ? പിന്നെ പൊന്നാങ്കണ്ണി കുറച്ചും കൂടി അമ്മ പറിച്ചിട്ടുണ്ട്. എന്തായാലും പൊന്നാങ്കണ്ണീന്നേ വായിൽ വരില്ലു കേട്ടാ, നമ്മ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. അപ്പോൾ അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, നല്ലതുണ്ടായിനി ആ സൈഡിന്. അപ്പോൾ കുറച്ചധികം പറിച്ചിട്ടുണ്ട്. അപ്പം 10 ഇലയായി. മുരിങ്ങേൻ്റെ ഇലയൊന്നും കൂട്ടാണ്ട് നമുക്ക് 10 ഇല ആയിട്ടുണ്ട്. അതെ, അപ്പോൾ അതിലും കൂടുതൽ ഇല വരുന്നുണ്ട്. നമ്മളെ പിങ്കി എന്ന ചീരൊന്നിയിൽ കൂട്ടിയിട്ടാ. അതേപോലെ മൊട്ടാമ്പിളിന്റെ ഇലയും വറുക്കലുണ്ട് പറഞ്ഞിന്. പറങ്കീര ഇല വറുക്കലുണ്ടല്ലോ. അപ്പം മൊട്ടാമ്പിളിന്റെ ഇവിടെ തന്നെ ഉണ്ട്, അവിടെ വാതുക്ക തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തിട്ടാ. അത് ഉപ്പേരി വെക്കലുണ്ട്. അതിൻ്റെ പിന്നെ മൊട്ടാമ്പുളി തന്നെ വിൽക്കാനെല്ലാം വെച്ചിട്ടുണ്ടാകലുണ്ട് എന്നെല്ലാം പറയലുണ്ട്. നല്ല ഔഷധമുള്ള ചെടിയാണ്. അപ്പോൾ നമുക്ക് ഇതന്നെ കിട്ടുമ്പോൾ ഇത്ര പറിക്കുമ്പോൾ നമുക്ക് 10 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് നമ്മൾ ഇന്ന് വെക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കപ്പ പറങ്കി നമുക്ക് ഇവിടെ തന്നെ പിടിച്ചിട്ടുണ്ട്. അതെല്ലാം അതിൽ ഇട്ട് തേങ്ങയിലിട്ട് വെളുത്തുള്ളിയിലിട്ട് നല്ലൊരു ടേസ്റ്റിൽ ഒരു 10 ഇല തോരൻ വെക്കാൻ നമുക്ക്. കർക്കിടക മാസത്തിൽ സ്പെഷ്യൽ ആണല്ലേ? ആദ്യമേ വെക്കണ്ടേ. അപ്പം ഇന്ന് ആയി, എന്നാലും കർക്കിടകം കഴിയാനൊന്നും ആയിട്ടാ, അത്രയായിട്ടു. അപ്പം നമുക്കിന്ന് നല്ലൊരു ഉപ്പേരി വെക്കാം. കർക്കിടക മാസത്തിൽ ഇങ്ങനത്തെ എല്ലാം കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് മത്തൻ്റെ ഇലയത് ചേരന്ന് പറയും നമ്മുടെ ചേർത്തൻ ചപ്പില. ചേർത്തൻ ചപ്പില വെക്കുന്നത് അങ്ങനെ പറയല്. പയറൂരല്ലോ. ഇത് പയറിൻ്റെത്, ഇത് കുമ്പളത്തിൻ്റെത്. കുമ്പളം. പിന്നെ ഇത് നമുക്ക് കോഴന്റെ കോവക്ക. ഇത് നമുക്ക് നമ്മളെ എന്താ പറയേണ്ടത്, തവര ചപ്പില. ഇത് നമ്മളിവിടെ ഉണ്ടായ ചീര. ഇത് പിന്നെ ചേന ഉപ്പേരി. ചേനയല്ല, ഉപ്പേരിയായി അമ്മ. ഇത് നമ്മളെ പൊന്നാങ്കണ്ണി, നമ്മളിവിടെ പറയും പൊന്നാങ്കണ്ണിന്ന്. നമ്മളെ സാമ്പാർ ചപ്പില. പിന്നെ ഇതാ ചൊറിയനായോണ്ട് കുറച്ച് ദൂരെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കൈ കൊണ്ടെല്ലാം പറിക്കലുണ്ട്. ഇവർ കൊട്ടയെടുത്താന്ന് പറിച്ച ലോബൂസിന് ഭയങ്കര ആഗ്രഹം പറിക്കാൻ വേണ്ടി. ഏത് ഇലയിലും പ്രാണി ഇരിക്കുന്നുണ്ട് ഇപ്പം. അപ്പൊ നല്ല ഇല നോക്കിയിട്ട് നമുക്ക് അതിനെല്ലാം പറിച്ചെടുക്കാം. നമുക്കതെല്ലാം 10 ഇല ആയിട്ടുണ്ട്. എല്ലാം കഴുകി മുറിച്ചെടുക്കാം നമുക്ക്. അതെ, ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി എടുക്കാം. ആദ്യം നന്നാക്കി എടുക്കണം. ഇതെല്ലാം ഈ കൊമ്പൊന്ന് ഈർന്നെടുക്കണം കേട്ടാ. പിന്നെ ഈ ഇതിന്റെ ഇലയെല്ലാം ഇങ്ങനെ ഈ നാര് വലിക്കണം അല്ലെ? മത്തന്റെ ഇലേന്റെ ഇങ്ങനെ നാര് വലിച്ചു കൊടുക്കണം കേട്ടാ. വെച്ചെടുക്കണം. കുമ്പളത്തിന്റെ ഇല ഉണ്ടാക്കണ്ടാമ? കുമ്പളത്തിന്റെ ഇല ഇങ്ങനെ പറിച്ചിടലാ. കുമ്പളത്തിന്റെ ഇല മുറിക്കൂല കേട്ടാ, നമ്മ പിച്ചി ഇടലാന്ന്. എന്താ വെച്ചാൽ കയ്പ്പ് രസം വരും മുറിച്ചു കഴിഞ്ഞാല് കുമ്പളത്തിന്റെ ഇല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകിയിട്ട് കഴുകിയിട്ട് മുറിച്ചെടുക്കാൻ തുടങ്ങാം. ഇലയെല്ലാം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുറിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇന്നലെ രാത്രിക്കേ പോയ കറണ്ടാന്ന്, ഇതുവരെ വന്നിട്ടാ. അത്ര വലിയ കാറ്റാ നമുക്ക് ഇന്നലെ ഉണ്ടായി. എല്ലാം മരം പൊട്ടി വീണിട്ട്. അതെ, കറണ്ടും ഇല്ല. ഇനിയിപ്പം വെള്ളവും തിരുവറിയില്ല ടാങ്കില്. ഇന്നലെ രാവിലെ അടിച്ചതേലും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം കേട്ടാ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓരോ ചെപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ പിന്നെ കൊടുത്തല്ലേ, കൊടുത്ത നല്ല മിക്സ് കുമ്പളത്തിന്റെ 10 ഇലയുണ്ടമ്മ. 10 ഇലയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് 30 രൂപ. കഴിഞ്ഞോളം നമ്മ വെച്ചിട്ടുണ്ടായിന്, വീഡിയോയിൽ കാണിച്ചിട്ടും ഉണ്ടായിന്. അമ്മ ആദ്യമായിട്ടല്ല കഴിക്കുന്നത്. എല്ലാ ഇലയും കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിനെന്താ പറയല്? അത് നമ്മളിവിടെ പൊന്നാങ്കണ്ണി എന്ന് പറയും. പക്ഷെ പൊന്നാങ്കണ്ണി അതല്ല. പക്ഷെ ഇതെല്ലാരും ഉപ്പേരി വെച്ചിട്ട് കൂട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് വന്നത്. ഇതിനിടയ്ക്ക് കുറച്ച് നമ്മൾ മത്തൻ്റെ ഇലയിൽ ഇട്ടിട്ട് ഇതാണ്. അപ്പോൾ എല്ലാ ഇലയും മുറിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുമ്പളത്തിൻ്റെ ഇല അതിങ്ങനെ ഇതുപോലെ പറിച്ചിടേണ്ട കേട്ടാ. മുറിച്ച് കഴിഞ്ഞാൽ അതിന് കയ്പ്പ് രസം വരും. കുമ്പളത്തിൻ്റെ ഇല മാത്രം വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ പറിച്ചിടലി സൈഡിഞ്ഞിട്ട് വെച്ചോ കഴിക്കുന്നുണ്ടോ, കഴിച്ചിട്ട് തിന്നാനാ. കുമ്പളത്തിൻ്റെ നല്ല രസമാണ്. അങ്ങനെ പറയുന്നത് കേട്ടോണ്ട് നമ്മൾ ഇതുവരെ പരീക്ഷണത്തിന് നിന്നിട്ട് കേട്ടാ. അതുകൊണ്ട് ഇങ്ങനെ പിച്ചി ഇടലാന്നപ്പോൾ. ഇപ്പോൾ ഒരു പച്ചപ്പറങ്ങി മുറിച്ചിടുന്നുണ്ട്. കാന്താരി ഉണ്ട്, എന്നാലും നമുക്കൊരു പച്ചപ്പറങ്ങി ഇടാം. എല്ലാ എരിയും കൂടെ കൂടിയിട്ട് ഒരു ചട്ടിയായി.
വറുത്ത് വരുമ്പോഴത്തേനും ചിലപ്പോൾ ഇത്രയും ഉണ്ടാവില്ല. ഉണ്ടാവില്ല. ഇലക്കറീൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇലയല്ലേ. അപ്പോൾ ഒരു നുള്ളി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ ചപ്പലല്ലേ, കർക്കിടക മസാല അല്ലേ, എന്തായാലും ഇട്ട് കൊടുത്താൽ നല്ലത് തന്നെ. ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ചേ ഇടുന്നില്ലൂ. ഇത് എത്ര പേര് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നിറച്ചുണ്ട്. ഇപ്പം വേകുമ്പോൾ എത്ര പേരെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പം ആദ്യം കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇലക്കറിയിലപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുത്തുകൂടാ. ഇത് ഒന്ന് ചൂട് കയറുമ്പോൾ താണു പോകും. തുള്ളി വെള്ളം നനച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസും കൂടി ഒഴിച്ചിട്ടാട്ടാ, കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടാന്ന്. ഇങ്ങനെ വെള്ളം വരാൻ കഴുകിയതല്ലേ നമ്മ ഇല, അപ്പം വെള്ളം ഓൾറെഡി ഇതിലുണ്ടാവും. വെളുത്തുള്ളിയും കാന്താരിയും പിന്നെ ആവശ്യമില്ല തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ച് കൊടുക്കാം. വെളുത്തുള്ളിയും കാന്താരിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ. മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴ, ഇരുട്ടും. നമ്മുടെ ഈ ഭാഗത്തുനിന്ന് മഴ തോന്നുകയില്ല കേട്ടോ. കാറ്റും മഴയെല്ലാം നമ്മുടെ കണ്ണൂരും കാപ്പോടിയിലാണ് പറ്റിയുള്ളത്. നിങ്ങളെ നാട്ടിലെല്ലാം ഇപ്പവും മഴയുണ്ടോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഇപ്പവും മഴ മാറിയിട്ടാ, കോരിച്ചൊരിയുന്ന മഴയാണ് കേട്ടാ. ഇപ്പൊ പെയ്യാൻ തുടങ്ങി. സമയം രാവിലെ പെയ്യാണ്ട് വരെ മഴയാണ്. ഇന്ന് രാവിലെ ഇപ്പൊ ഈ സമയം വരെ അങ്ങനെ മഴ ഉണ്ടായിട്ടാ. നമ്മിപ്പോ അതെല്ലാം പുറത്തു പോയിട്ട് പറിച്ചോണ്ടെന്നില്ലേ. ആദ്യം കാറ്റ് വരും, പിന്നെ മഴയും. കാറ്റത്ത് നമ്മളെ 2 കൊമ്പ് ഇന്നലെ പൊട്ടി വീണു. മൊത്തം നാശനഷ്ടമാണ്, മഴക്കെടുതി. അപ്പോൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചട്ടി ഉള്ളത് കാച്ചട്ടിയായി ചെയ്യിപ്പോ. അത് ചട്ടി കുറച്ചുണ്ടായതാ. അപ്പോൾ ഞാനിത് പറഞ്ഞ് പച്ച പറിച്ചതെല്ലാം പാടായി. ചീരകളും വറുക്കാനായിട്ട് നമ്മൾ ഉള്ളിലാണെന്നും വറുക്കുന്നത്. ഇത്ര പോലെ ആയിട്ടുണ്ട് കേട്ടാ. ഇലക്കറി പെട്ടെന്ന് വേവും, വെന്തിട്ടുണ്ടാവും. നമുക്ക് തേങ്ങ ഇതാ നമ്മളെ വെളുത്തുള്ളി തേങ്ങയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട്. കപ്പപ്പറങ്കി എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടാ. ചതച്ച് നല്ല സ്മെല്ലമ്മ. വാസന്തമ്മ ഉള്ളിലെ വാസന്തമ്മ സ്മെല്ല് ചെയ്തിട്ട് അതൊരു നല്ല മണം അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ കറണ്ടൊന്നും ഇല്ലാത്ത വീഡിയോ നിന്ന് ഇരുട്ടാണ്. ഉണ്ടെങ്കിൽ കാണുമ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അതെ, കുറച്ച് വട്ടക്കുറവുണ്ടാവും കേട്ടോ ഇന്നത്തെ വീഡിയോക്ക്. ഇന്നലെ പോയ കറണ്ട് ഇതിലും വന്നിട്ട് വൈകുന്നേരം വരുമെന്നറിയില്ല. അങ്ങനെ നമ്മളെ പത്തിലെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. കുറച്ച് ഉപ്പ് കുറവുണ്ടേ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇതാ ഇല ഇത്രയും ഇല്ലൂട്ടാ, ഒരു തടുപ്പ ഇല ഉണ്ടായതാണ്. ഇനി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പത്തിലെ തോരൻ റെഡി കിട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ സംഭവം സൂപ്പറായി. എല്ലാവരും ചോറ് കഴിക്കലായി കേട്ടാ. ഇന്നെല്ലാവരും ഉണ്ട്, ലീവിൽ ദിവസമായുണ്ട്. അതിക്കൂട്ടാ ലോകൂട്ടൻ ഇന്നലെ ഞാനും ബസ്നമ്മയും ഷോർട്സ് വീഡിയോയിൽ കുമ്പിള് കുത്തി കഞ്ഞി പിടിക്കുന്നുണ്ട്. ജി അവന് ഭയങ്കര ആഗ്രഹം ഇന്ന് അതേ ചട്ടിയിൽ ഓന് കഞ്ഞി പിടിക്കണം. പറഞ്ഞിയാ ആര് ലോഗു കൊടുത്തിയാ? ലോഗു കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് കൊറേ കപ്പ പറങ്കി, വെള്ള കപ്പ പറങ്കിയില്ലേ, അത് പറിച്ചിട്ട് വന്നിട്ട് കഴിഞ്ഞതാ. അപ്പൊ നമ്മളെ പത്തിലത്തോരെ കുഞ്ഞുന് എല്ലാം അതിലെന്നെ ഇട്ടിട്ട് കൊടുത്താൽ മതി. അല്ലമ്മേ നമ്മ കൊടുത്താലും ഓനെല്ലാം അതിൽ തട്ടും, അതുകൊണ്ട് അങ്ങനെ കൊടുത്താൽ മതി.
അപ്പൊ നമ്മളെ ലോഗു ടേസ്റ്റ് നോക്കുന്നുണ്ടേ. എങ്ങനെയുണ്ട് സൂപ്പർ. അമ്മ? ടേസ്റ്റ് നോക്കറാ. വറവ് നോക്ക്. വരവാന്ന് പറയാനൊന്നുമില്ല, നമ്മളെ ഫേവറേറ്റ് ആണ്. സൂപ്പർ തന്നെ അല്ലേ? അതിക്കോട്ടോ എങ്ങനെയുണ്ട് വറവ് നമ്മളെ പത്തിലെത്തോരെ? ലോകൂട്ടൻ ഇന്നലെ സ്കൂൾ വിട്ട് വന്നിട്ട് അമ്മേ ഞാൻ കഞ്ഞിയാ കൊടുത്തിനെ. എന്നിട്ട് പറഞ്ഞു രാത്രി എനിക്ക് കഞ്ഞി മതിയെന്ന്. പിന്നെ ഞാൻ പിന്നെയാ പറഞ്ഞേ ഞാനും വസന്തമ്മയും കുമ്പിളൂത്തിട്ടാന്ന് കഞ്ഞി കുടിച്ചു പറയുമ്പോ എന്നാ പിന്നെ നാളെ എന്തായിട്ട് എനിക്ക് അങ്ങനെ വേണ്ടു കഞ്ഞി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഇതിനൊക്കെ ഉണ്ടാക്കി നോക്കാം. അതെ, പത്തിലത്തോരെ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാണ്. കർക്കിടക മാസത്തിൽ ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കിയിട്ട് തിന്നണം, കഴിക്കണം ഒരിക്കലെങ്കിലും. അപ്പോൾ രുചി നോക്കിക്കോ. ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാന്താരിയെല്ലാം ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ? വെളുക്കാൻ തരും ഇടാ സൈഡില്. പരിപ്പറി നമ്മ ഇതിനിടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിനി. ഈ പരിപ്പറിന്റെ റെസിപ്പി തേങ്ങയൊന്നും അരക്കാത്ത. പിന്നെ മാങ്ങാച്ചാറും ഉണ്ട്. പിന്നെ ഇതാ ലോഗു എല്ലാവർക്കും വെള്ളപ്പറങ്കി കൊടുത്തിട്ടുണ്ട്. വെള്ളപ്പറങ്കിയും ഉണ്ട്. അതും കൂടി കടിച്ചിട്ട് തിന്നാൻ നല്ല രസമുണ്ട്. അപ്പം നമുക്ക് കഴിഞ്ഞാലും ഇതേപോലെ പത്തിലത്തോരന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. സ്വതവേ ചപ്പിലുപ്പേരിയെല്ലാം നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഈ 10 ഒന്നിച്ചാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. സൂപ്പറാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.